ഓം ശാന്തി. 1-2-2026 അവ്യക്ത ബാപ്ദാദ മധുബൻ. റിവൈസ് കോഴ്സ് 15-12-2008. മുരളിയുടെ ടൈറ്റിലാണ് ഒരു രാജ്യം, ഒരു മതം, ഒരു നിയമക്രമം സ്ഥാപിക്കുന്ന സമയത്ത് സ്വയത്തെ പരിവർത്തനപ്പെടുത്തി വിശ്വപരിവർത്തകരാകൂ. ഇന്ന് ബാപ്ദാദ തൻ്റെ ചുറ്റുമുള്ള പ്രിയപ്പെട്ട കുട്ടികളെ നോക്കുകയാണ്. ഈ പരമാത്മ സ്നേഹം കോടിയിൽ ചുരുക്കം ചിലർക്കാണ് പ്രാപ്തമാകുന്നത്. പരമാത്മ സ്നേഹത്തിൽ ബാപ്ദാദ ഓരോ കുട്ടിയെയും 3 സിംഹാസനങ്ങളുടെ യജമാനനാക്കിയിരിക്കുന്നു. ആദ്യത്തേത് സ്വരാജ്യ അധികാരത്തിൻ്റെ ഭൃക്കുട്ടിയുടെ സിംഹാസനമാണ്. രണ്ടാമത്തേത് ബാപ്ദാദയുടെ ഹൃദയസിംഹാസനം. മൂന്നാമത്തേത് വിശ്വരാജ്യ അധികാരത്തിൻ്റെ സിംഹാസനം. ഈ 3 സിംഹാസനങ്ങളും ബാബ തൻ്റെ സ്നേഹമുള്ള പ്രിയപ്പെട്ട കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. ഈ 3 സിംഹാസനങ്ങളും സദാ സ്മൃതിയിൽ സൂക്ഷിക്കുന്നതിലൂടെ ഓരോ കുട്ടിക്കും ആത്മീയ ലഹരിയുടെ അനുഭവം കിട്ടുന്നു. അപ്പോൾ ബാബയിൽ നിന്ന് പ്രാപ്തമാകുന്ന സമ്പത്ത് കണ്ട് എല്ലാ കുട്ടികളും സന്തോഷിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ സ്വതവേ ഈ ഗാനം മുഴങ്ങുന്നു: ആഹാ ബാബ, ആഹാ, ആഹാ എൻ്റെ ഭാഗ്യം, ആഹാ. സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്നത് പ്രായോഗിക ജീവിതത്തിൽ പ്രാപ്തമാക്കി. സിംഹാസനത്തിനോടൊപ്പം ഈ സംഗമ സമയത്ത് ഡബിൾ കിരീടത്തിലൂടെ പറക്കുന്ന കലയുടെയും അനുഭവിയാക്കി. ബാപ്ദാദ എല്ലായിടത്തും കുട്ടികളുടെ ഡബിൾ കിരീടധാരിയായ രൂപം കാണുന്നു. ഒന്ന് പവിത്രതയുടെ രാജകീയതയുടെ കിരീടമാണ്. രണ്ടാമത്തേത് സേവനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടമാണ്. ഇന്ന് ബാപ്ദാദ നാനാഭാഗത്തെയും കുട്ടികളുടെ പുരുഷാർത്ഥത്തിൻ്റെ വേഗത പരിശോധിച്ചു. കാരണം നിങ്ങളെല്ലാവരും സമയത്തിൻ്റെ വേഗത കാണുകയും അറിയുകയും ചെയ്യുന്നു. ബാപ്ദാദ കാണുകയായിരുന്നു ഓരോരുത്തർക്കും ബാബയുടെ രാജ്യഭാഗ്യത്തിൻ്റെ സമ്പത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവിയിലേക്കുള്ള പ്രാപ്തിയുടെ അവകാശം നേടിയതിനാൽ സ്വതവേയും സ്വാഭാവികവുമായി ഭാവിയിലേക്കുള്ള സംസ്കാരമാകും. അത് ഇപ്പോൾ മുതൽ വളരെ കാലത്തിൻ്റെ സംസ്കാരമായി അനുഭവമാകണം. കാരണം പുതിയ ലോകം നിങ്ങളുടെ പുതിയ സംസ്കാരത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പോൾ പുതിയ ലോകത്തിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണോ അത് അനുഭവിക്കുന്നില്ലേ? നമ്മുടെ രാജ്യത്തിൽ എന്തൊക്കെയുണ്ടാകും അതിൻ്റെ ലഹരി ഉണ്ടല്ലോ. ഹൃദയം പറയുന്നുണ്ടല്ലോ, നമ്മുടെ രാജ്യം, നമ്മുടെ പുതിയ ലോകം വന്നു കഴിഞ്ഞു. പുതിയ ലോകത്തിൻ്റെ വിശേഷതകൾ കുട്ടികളുടെ പുരുഷാർത്ഥി ജീവിതത്തിൽ എത്രത്തോളം ഇമർജായിരിക്കുന്നു എന്ന് ബാപ്ദാദ നോക്കുകയാണ്. പുതിയ സംസ്കാരവും പുതിയ ലോകത്തിൻ്റെ വിശേഷതകളും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാവരുടെയും ബുദ്ധിയിൽ പുതിയ ലോകത്തിൻ്റെ വിശേഷതകൾ ഇമർജാണല്ലോ. അറിയാമല്ലോ, പാടുന്നുമുണ്ട്, അറിയുന്നതുമാണ്. ഓരോ വിശേഷതയും എന്നിൽ എത്രത്തോളം ഇമർജായിട്ടുണ്ടെന്ന് പരിശോധിക്കണം. മുഖ്യമായ വിശേഷതയാണ് ഏകരാജ്യം. അവിടെ ഏകരാജ്യം സ്വതവേ ഉള്ളതുപോലെ രണ്ടാമത് വേറെ രാജ്യമില്ല. അതുപോലെ സംഗമത്തിലെ ജീവിതത്തിൽ ഒരു രാജ്യമാണോ എന്ന് നോക്കുക. അതോ ഇടയ്ക്കിടയ്ക്ക് മറ്റൊരു രാജ്യം ഉണ്ടാകുന്നുണ്ടോ? മുന്നോട്ടു പോകവേ സ്വരാജ്യത്തിനോടൊപ്പം മായയുടെ രാജ്യവും നിലനിൽക്കുകയാണെങ്കിൽ ഏകരാജ്യത്തിൻ്റെ സംസ്കാരം ഉണ്ടാകുമോ? ഏകരാജ്യത്തിനോടൊപ്പം വേറൊരു രാജ്യവും നടക്കുന്നുണ്ടോ? പരമാത്മാവിൻ്റെ ശ്രീമത്തിൻ്റെ രാജ്യമാണോ അതോ ചിലപ്പോൾ മായയുടെ സമ്മർദ്ദമുണ്ടോ?
ഹൃദയത്തിൽ മായയുടെ ഭരണം ഉണ്ടോ? പരിശോധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പരിശോധിക്കുക. നിങ്ങൾ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ വരെയും 2 രാജ്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെ ഏകരാജ്യത്തിൻ്റെ അധികാരിയാകും? മായയുടെ അഭിപ്രായവും ശ്രീമത്തിൽ കലരുമോ? അതുപോലെയാണ് ഏകധർമ്മം. ഏകരാജ്യമുണ്ടെങ്കിൽ ഏകധർമ്മവും ഉണ്ടാകും. ധർമ്മം എന്നാൽ ധാരണ. താങ്കളുടെ വിശേഷ ധാരണ എന്താണ്? പവിത്രതയുടെ ധാരണ. പരിശോധിക്കണം. നിങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും സംബന്ധ സമ്പർക്കത്തിലും സമ്പൂർണവും സദാ പവിത്രതയുടെ സ്വഭാവം സ്വാഭാവികവുമായി മാറിയിട്ടുണ്ടോ? അവിടെ നിങ്ങളുടെ രാജ്യത്തിൽ പവിത്രതയുടെ സ്വധർമ്മം സ്വതവേ ഉണ്ടാകുന്നതുപോലെ ഇപ്പോഴും പവിത്രതയുടെ ധാരണ സ്വാഭാവികവും സ്വഭാവവുമായി മാറിയോ? കാരണം നിങ്ങളുടെ അനാദി സ്വരൂപവും ആദി സ്വരൂപവും പവിത്രതയാണ്. അപ്പോൾ പരിശോധിക്കുക. ഒരു ധർമ്മം, അതായത് പവിത്രത, സ്വാഭാവികമാണോ? സ്വാഭാവികമായിട്ടുള്ളത് വേണ്ടെങ്കിലും പ്രവർത്തിക്കുന്നു. ചില കുട്ടികൾ ആത്മീയ സംഭാഷണം നടത്തുമ്പോൾ എന്താണ് പറയുന്നത്? വളരെ മധുരമായി സംസാരിക്കുന്നു. ആഗ്രഹമില്ല, ആഗ്രഹമില്ല എന്ന് പറയുന്നു. പക്ഷേ ചിലപ്പോൾ ചിന്തകളിലോ വാക്കുകളിലോ അപവിത്രതയുടെ അംശം പ്രത്യക്ഷപ്പെടുന്നു. സംസ്കാരങ്ങൾ അനേക ജന്മത്തിലേതാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഒരു ധർമ്മമെന്നാൽ പവിത്രതയുടെ ധാരണ സ്വഭാവവും സ്വാഭാവികവുമായിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. വാക്കുകളിൽ ആവേശം വന്നാൽ പറയും, അത് ക്രോധമായിരുന്നില്ല, അല്പം ആവേശമായിരുന്നു. ആവേശം എന്താണ്? ക്രോധത്തിൻ്റെ കുട്ടിയാണ്. ഒരു ധർമ്മത്തിൻ്റെ സംസ്കാരം എപ്പോഴാണ് സ്വാഭാവികമാകുന്നത്? പരിശോധിക്കുക. എന്നാൽ പരിശോധിക്കുന്നതിനോടൊപ്പം ബാബ നൽകിയ ശക്തി ഉപയോഗിച്ച് പരിവർത്തനമാക്കുക. ഇപ്പോൾ ബാബ് ദാദ ആദ്യമേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശോധിക്കാനും പരിവർത്തനമാക്കാനും തീവ്രമായി ശ്രമിച്ചാൽ ഇനിയും അവസരമുണ്ട്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ വളരെ വൈകി എന്ന ബോർഡ് വയ്ക്കും. ബാബ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് പറയരുത്. അതിനാൽ ഇപ്പോൾ പുരുഷാർത്ഥത്തിനുള്ള സമയം കഴിഞ്ഞു. തീവ്ര പുരുഷാർത്ഥത്തിന് ഇപ്പോഴും സമയമുണ്ട്. പരിശോധിക്കൂ. പരിശോധിക്കുക മാത്രമല്ല, മാറ്റം കൊണ്ടുവരൂ. ചിലർ പരിശോധിക്കുന്നുണ്ട്, പക്ഷേ മാറ്റം കൊണ്ടുവരാനുള്ള ശക്തി ഇല്ല. പരിശോധനയും മാറ്റവും ഒരുമിച്ച് നടക്കണം. കാരണം നിങ്ങളുടെ സ്വമാനം അഥവാ നിങ്ങളുടെ മഹിമ എന്താണ്? ടൈറ്റിൽ എന്താണ്? മാസ്റ്റർ സർവശക്തിവാൻ ആണോ? മാസ്റ്റർ സർവശക്തിവാൻ ആണോ അതോ ശക്തിവാൻ ആണോ? ആരാണോ മാസ്റ്റർ ആണെന്ന് പറയുന്നവർ അവർ കൈ ഉയർത്തു. ബ്രാക്കറ്റിൽ എല്ലാവരും കൈ ഉയർത്തി. ശരി, അപ്പോൾ മാസ്റ്റർ സർവശക്തിവാനാണ്. അഭിനന്ദനങ്ങൾ. പക്ഷേ മാസ്റ്റർ സർവശക്തിവാനായ നിങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു പറയും? മാസ്റ്റർ സർവശക്തിവാനാണോ, മാസ്റ്റർ സർവശക്തിവാനാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? അത് ചെയ്യണം എന്ന് മാസ്റ്റർ സർവശക്തിവാൻ ദൃഢസങ്കല്പമെടുത്തു. അപ്പോൾ അത് നടന്നും കഴിഞ്ഞു. സംഭവിക്കും, നോക്കാം, അത് നടക്കില്ല. ഇപ്പോൾ സമയത്തിനനുസരിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അത് നടക്കണം എന്ന റിസൾട്ട് വേണം. അപ്പോൾ സങ്കല്പവും സ്വരൂപവുമാകുന്നതും ഒരുമിച്ചായിരിക്കണം. ഇപ്പോൾ പുതിയ വർഷം അവ്യക്ത വർഷം വരാൻ പോകുന്നു. അവ്യക്ത പാലനയുടെ 40 വർഷമാകുന്നു. അപ്പോൾ അവ്യക്ത പാലനയുടെയും വ്യക്തരൂപത്തിൻ്റെ പാലനയുടെയും 72 വർഷങ്ങൾ കഴിഞ്ഞു.
അപ്പോൾ ബാപ്ദാദയ്ക്ക് 2 പാലനയുടെയും റിട്ടേൺ നിങ്ങൾ നൽകില്ലേ? ചിന്തിക്കുക, പാലന എന്താണ്? പ്രായോഗികം എന്താണ്? ബാപ്ദാദ കണ്ടു, ഇപ്പോഴും അശ്രദ്ധയും രാജകീയ അലസതയുമുണ്ട്. രാജകീയ അലസതയാണ് സംഭവിക്കും, ആയിത്തീരും, എത്തിച്ചേരും. അലസതയുണ്ട്, ചെയ്യുന്നുണ്ട്. ഇത് നടക്കേണ്ടതാണ്, ഇത് ചെയ്യേണ്ടതാണ്. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നു. ഒരു ദൃശ്യം കണ്ടിട്ട് ബാപ്ദാദ പുഞ്ചിരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇത് നടന്നുകൊള്ളും, ഇത് ചെയ്യണം, അപ്പോൾ എനിക്ക് വളരെ നന്നായി മുന്നോട്ടു പോകാൻ കഴിയും. മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്താനുള്ള മനോഭാവമുണ്ട്. പക്ഷേ സ്വപരിവർത്തനത്തിനുള്ള മനോഭാവം കുറയുന്നു. അപ്പോൾ മറ്റുള്ളവരെ നോക്കുന്നതിൻ്റെ മനോഭാവം മാറ്റൂ. നോക്കാമെങ്കിൽ വിശേഷത നോക്കൂ. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ നടക്കുന്നു, ഇതും ചെയ്യുന്നുണ്ട്. ഈ ഭാവന കുറയ്ക്കൂ. നിങ്ങളെ തന്നെ നോക്കൂ. ബാബയെ മുന്നിൽ വയ്ക്കൂ. വേറെ ആരായാലും, മഹാരഥിയോ ഇടയിലുള്ള ആരെങ്കിലുമോ ആകട്ടെ, അവരുടെ പുരുഷാർത്ഥത്തിലെ ഏതെങ്കിലുമൊക്കെ കുറവുകളെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ പിതാവിനെ നോക്കൂ, 2 അച്ഛന്മാരെയും നോക്കൂ, ബ്രഹ്മബാബയെ നോക്കൂ, ശിവബാബയെ നോക്കൂ. ബാബ നിങ്ങളെ ഹൃദയസിംഹാസനത്തിലിരുത്തുമ്പോൾ നിങ്ങളും ബാബയെ ഹൃദയസിംഹാസനത്തിലിരുത്തുന്നു. നിങ്ങളുടെ മുദ്രാവാക്യം അച്ഛനെ നോക്കൂ എന്നതാണ്. സഹോദരനെ കാണൂ, സഹോദരിയെ കാണൂ, അങ്ങനെ ഒരു മുദ്രാവാക്യമില്ല. എല്ലാവരിലും ഇപ്പോഴും ഏതെങ്കിലും കുറവുകളുണ്ട്. മറ്റുള്ളവരെ നോക്കണമെങ്കിൽ വിശേഷതകൾ നോക്കൂ. അവർ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു കളയുന്ന കുറവുകൾ കാണരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ രാജ്യത്തിൽ നിങ്ങളുടെ രാജ്യം ഓർമ്മയുണ്ടല്ലോ. ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ വീണ്ടും ഉണ്ടാകും. നിങ്ങളുടെ ബുദ്ധിയിലും കണ്ണുകളിലും നിങ്ങളുടെ രാജ്യം സ്പഷ്ടമായി വന്നു കഴിഞ്ഞു. എത്ര തവണ രാജ്യം ഭരിച്ചു എണ്ണീട്ടുണ്ടോ? അനേക തവണ രാജ്യം ഭരിച്ചതാണ്. പറയുമ്പോൾ അത് മുന്നിൽ വരും. നിങ്ങളുടെ രാജ്യാധികാരി രൂപം ശ്രേഷ്ഠ രാജ്യമാണ്. നിങ്ങളുടെ രാജ്യത്ത് ക്രമസമാധാനം സ്വതവേ നിലനിൽക്കുന്നത് പോലെയാണ്. എല്ലാവരും അറിവുള്ള സംസ്കാരമുള്ളവരാണ്. നിയമം എന്താണെന്നും ക്രമം എന്താണെന്നും നിങ്ങൾക്കറിയാം. അതുപോലെ ഇപ്പോൾ സ്വന്തം ജീവിതം നോക്കൂ. ബാബയുടെ ആജ്ഞകൾ പാലിക്കുന്നുണ്ടോ? അതോ ഇടയ്ക്ക് മായയുടെ ആജ്ഞകൾ അനുസരിക്കുകയാണോ? ആജ്ഞകൾ എന്താണ്? നിയമമാണ് നിശ്ചിന്ത ചക്രവർത്തി. എല്ലാ പ്രാപ്തികളും ഉള്ളതിനാൽ ചിന്തകൾ ഒന്നും ഇല്ല. അതുപോലെ സംഗമയുഗത്തിൽ ശ്രേഷ്ഠ ജന്മത്തിൽ സർവപ്രാപ്തികളും ഉണ്ടോ? അതെല്ലാം ബാബ നൽകിയതാണ്. ഇത് ഭഗവാന്റെ പ്രസാദം പോലെയാണ്. പ്രസാദത്തിന് എത്ര മഹത്വമുണ്ട്! സമ്പത്തുമുണ്ട്, അധികാരവുമുണ്ട്, പ്രസാദവുമുണ്ട്. അതിനാൽ നിങ്ങൾ ക്രമസമാധാനത്തിൽ രണ്ടിലും പൂർണ്ണനാണോ എന്ന് പരിശോധിക്കുക. ബാപ്ദാദ ഒരു കാര്യം കാണുന്നുണ്ടായിരുന്നു. ഭൂരിപക്ഷത്തിന് ലഭിച്ച പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ശക്തി, ആ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ശക്തി സമയത്ത് ഉപയോഗിച്ചാൽ പരിശ്രമിക്കേണ്ടി വരില്ല. നോക്കൂ, എല്ലാവരുടെയും അനുഭവമാണ്. എപ്പോഴെങ്കിലും മായയോട് ഏതെങ്കിലും തരത്തിലുള്ള പരാജയം ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ പ്രസംഗത്തിൽ പറയുന്നു, ക്ലാസുകൾ നടത്തുമ്പോൾ ഇതാണ് പറയുന്നത്. 2 വാക്കുകളാണ് വീഴ്ത്തുന്നതും ഉയർത്തുന്നതും. ആ 2 വാക്കുകൾ എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ട്. ആ 2 വാക്കുകളാണ് ഞാനും എൻ്റേതും. പ്രസംഗങ്ങളിൽ പറയുന്നു, ക്ലാസുകൾ നടത്തുന്നു.
ബാപ് ദാദ ക്ലാസുകൾ കേൾക്കുന്നുണ്ട്, എന്താണ് പറയുന്നതെന്ന്. ഇപ്പോൾ പരിവർത്തന ശക്തി ഉപയോഗിച്ച് ഈ 2 വാക്കുകളെ പരിവർത്തനം ചെയ്യുക. ഞാൻ എന്ന വാക്ക് പറയുമ്പോഴെല്ലാം നിങ്ങൾ പറയും, ഞാൻ ഇന്നയാളാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണനാണ്. പക്ഷേ ഞാൻ ആരാണ്? ബാപ് ദാദ സ്വമാനം നൽകിയിട്ടുണ്ട്. ഞാൻ എന്ന വാക്ക് പറയുമ്പോഴെല്ലാം ഏതെങ്കിലും സ്വമാനം കൂടെ ചേർക്കണം, അല്ലെങ്കിൽ ബുദ്ധിയിൽ കൊണ്ടുവരണം. ഞാൻ എന്ന വാക്ക് പറയുമ്പോൾ സ്വമാനം ഓർമ്മയിൽ വരണം. എൻ്റെ എന്ന വാക്ക് പറയുമ്പോൾ ബാബയുടെ ഓർമ്മ വരണം. എൻ്റെ ബാബ എന്നത് സ്വാഭാവിക ഓർമ്മയായി മാറണം. ഈ മാറ്റം വരുത്തുക. രണ്ടാമതായി, സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ മായ 2 വാക്കുകളിലൂടെയാണ് വരുന്നത്. ഒന്ന് ഭാവം, രണ്ടാമത്തേത് ഭാവന. ഭാവം എന്ന വാക്ക് പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ ആത്മീയ ഭാവം, ആദ്യം ആത്മീയ ഭാവം ഓർമ്മയിൽ വരണം. ഭാവന എന്ന് പറയുമ്പോൾ ശുഭഭാവന ഓർമ്മ വരണം. വാക്കിൻ്റെ അർത്ഥം പരിവർത്തനമാക്കണം. നിങ്ങളുടെ ടൈറ്റിൽ ഏതാണ്? വിശ്വപരിവർത്തകർ. വിശ്വപരിവർത്തകർക്ക് ഈ വാക്ക് പരിവർത്തനമാക്കാൻ കഴിയില്ലേ? സമയമാകുമ്പോൾ പരിവർത്തന ശക്തി ഉപയോഗിച്ച് നോക്കൂ. സമയം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സുഖം തോന്നാത്തപ്പോൾ അത് പിന്നീട് വരുന്നു. മനസ്സ് സ്വയം തന്നെ ചിന്തിക്കുന്നു, പക്ഷേ സമയം കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് ഇപ്പോൾ തീവ്രഗതി വേണം. ചിലപ്പോൾ മാത്രമല്ല, ഇങ്ങനെ ചിന്തിക്കരുത്. മിക്ക സമയത്തും ശരിയായിരിക്കുന്നുണ്ട്. എന്നാൽ ബാപ് ദാദ കേൾപ്പിച്ചിട്ടുള്ളതാണ്, അവസാന നിമിഷത്തിന് ഒരുറപ്പും ഇല്ല. പെട്ടെന്നുള്ള കളികൾ നടക്കുന്നു. പല കുട്ടികളും ബാബയോട് വളരെ മധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പറയുന്നു, സമയം കുറവാണ്, അതിയിലേക്ക് പോകും, വൈരാഗ്യം വരുമല്ലോ. വൈരാഗ്യമുള്ളപ്പോൾ സ്വതവേ ഗതി തീവ്രമായി മാറും. എന്നാൽ ബാപ് ദാദ പറഞ്ഞിട്ടുണ്ട്, ദീർഘകാലത്തിൻ്റെ പരിശ്രമം വേണമെന്ന്. പുരുഷാർത്ഥത്തിൻ്റെ സമയം കുറഞ്ഞാൽ പ്രാപ്തിയും കുറച്ച് സമയത്തേക്കായിരിക്കും. 3 വാക്കുകൾ, ബാപ് ദാദയുടെ 3 വാക്കുകൾ സദാ ഓർമ്മിക്കുക. ഒന്ന് പെട്ടെന്ന്, രണ്ടാമത്തേത് എവർ റെഡി, മൂന്നാമത്തേത് ദീർഘകാലം. ഈ 3 വാക്കുകൾ സദാ ബുദ്ധിയിൽ സൂക്ഷിക്കണം. ആരുടെയും അന്ത്യകാലം എപ്പോൾ വേണമെങ്കിലും എവിടെയും വരാം. ഇപ്പോൾ എത്ര ബ്രാഹ്മണർ പോകുന്നുവെന്ന് നോക്കൂ. അവർക്കറിയുമായിരുന്നോ? അതിനാൽ ദീർഘകാല പരിശ്രമത്തിലൂടെ പൂർണ്ണമായും 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് പ്രാപ്തമാക്കണം. ഈ തീവ്ര പുരുഷാർത്ഥം സ്മൃതിയിൽ വയ്ക്കണം. നിങ്ങളുടെ രാജ്യത്തിൻ്റെ ആദ്യ സംഖ്യ, ആദ്യ ജന്മം. എന്താണ് ചിന്തിച്ചത്? ആദ്യത്തെ ജന്മത്തിൽ വരണം. അങ്ങനെയല്ലേ? നമ്മുടെ രാജ്യത്തിൽ ശ്രീകൃഷ്ണനോടൊപ്പം ആദ്യ ജന്മത്തിൽ നമുക്കും പാർട്ട് ഉണ്ടായിരിക്കണം എന്ന് കരുതുന്നവർ കൈകൾ ഉയർത്തുക. ബ്രാക്കറ്റിൽ എല്ലാവരും കൈകൾ ഉയർത്തി. ശരി, പാർട്ട് ആദ്യം തന്നെ. കൈകൾ കണ്ടപ്പോൾ സന്തോഷമായി. കൈയടിക്കുക. ആദ്യത്തെ ജന്മത്തിൽ വരുന്നു, അതിൻ്റെ അഭിനന്ദനങ്ങൾ. പക്ഷേ എന്താണെന്ന് പറയട്ടെ, അതോ പറയാതിരിക്കണമോ? ആദ്യം തന്നെ വരണം. എന്തിനാണ് മറ്റെന്തെങ്കിലും പറയുന്നത്? നല്ലതാണ്. വന്നവരെല്ലാം ആദ്യ ജന്മത്തിൽ വരണം. കൈയടിച്ചു. ആദ്യ ജന്മവും ആദ്യ ഘട്ടവും. ആദ്യ ഘട്ടം നേടിയെടുക്കണം. ആർക്കാണോ ഈ ദൃഢസങ്കല്പമുള്ളത്, ആദ്യം വരിക തന്നെ വേണം. എന്ത് വിഘ്നങ്ങളുണ്ടായാലും വിഘ്നം വിഘ്നമായിരിക്കരുത്. വിഘ്ന വിനാശകരുടെ മുന്നിൽ വിജയമായി മാറണം. കാരണം നിങ്ങളെല്ലാവരും വിഘ്ന വിനാശകരാണ്. ടൈറ്റിൽ എന്താണ്?
വിഘ്നവിനാശകർ. അപ്പോൾ തടസ്സങ്ങൾ വന്നാലും കളിക്കാനായി വരും. നിങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ മനസ്സിലാകും. രാജകീയ രൂപത്തിൽ വരും. വിഘ്നവിനാശകരായ നിങ്ങൾ ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കും ഇതെന്ത് കളിയാണ് നടക്കുന്നതെന്ന്. അതിനാൽ ബാപ്ദാദയും ആഗ്രഹിക്കുന്നത് ഇതാണ്: എല്ലാ കുട്ടികളും ഒന്നിച്ചു പോകണം, പിറകിലാകരുത്. കുട്ടികളില്ലാതെ ബാപ്ദാദ ആസ്വദിക്കുന്നില്ല. ദൃഢത ഒരിക്കലും ദുർബലമാക്കരുത്. അത് ചെയ്തിരിക്കണം. ചെയ്യും, കാണും, അത് സംഭവിക്കും, കണ്ടോളണം തുടങ്ങിയ കാര്യങ്ങൾ പറയരുത്. സഫലതയുടെ താക്കോലാണ് ദൃഢത. ഒരിക്കലും ഈ താക്കോൽ നഷ്ടപ്പെടുത്തരുത്. മായയും ബുദ്ധിമതിയാണ് താക്കോൽ കണ്ടെത്തുന്നു. അതിനാൽ ഈ താക്കോൽ നന്നായി സൂക്ഷിക്കുക. ശരി, നാനാഭാഗത്തുമുള്ള പ്രിയപ്പെട്ട ഭാഗ്യവാന്മാരായ ദൃഢസങ്കല്പമുള്ള കുട്ടികൾക്ക് ചിന്തിക്കുന്നത് ചെയ്യുന്നു, ചെയ്യാം, കാണാം എന്നല്ല, ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്തു. സദാ സ്വയം നഷ്ടമോഹയായി. സംബന്ധങ്ങളോടുള്ള മോഹം മാത്രമല്ല, സ്വന്തം ദേഹബോധത്തിൻ്റെയോ ദേഹാഭിമാനത്തിൻ്റെയോ മോഹം ഇല്ല. അങ്ങനെയുള്ള നഷ്ടമോഹവും എവർ റെഡിയുമായ കുട്ടികൾക്ക് സദാ ശ്രീമത്തിൽ കൈകോർത്തിരിക്കുന്ന, കൂടെ പറക്കുന്ന ബ്രഹ്മബാബയോടൊപ്പം രാജ്യത്തിലേക്ക് വരുന്ന അങ്ങനെയുള്ള തീവ്ര പുരുഷാർത്ഥി പറക്കുന്ന കലയുള്ള കുട്ടികൾക്ക് ബാപ്ദാദയുടെ വളരെയധികം ആശീർവാദങ്ങളും സ്നേഹസ്മരണകളും സ്വീകരിക്കൂ. ബാലകനാകുന്നതിനോടൊപ്പം യജമാനനും ആകുന്ന കുട്ടികൾക്ക് നമസ്തേ. വരദാനം: പരിവർത്തന ശക്തിയിലൂടെ സർവരുടെയും കൃതജ്ഞതയ്ക്ക് പാത്രമാകുന്ന വിഘ്നജീതായി ഭവിക്കട്ടെ. ആരെങ്കിലും നിങ്ങൾക്ക് ദോഷം ചെയ്താൽ ഒരു നിമിഷം കൊണ്ട് ദോഷം നേട്ടമാക്കി മാറ്റുക. ആരെങ്കിലും സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും രൂപത്തിൽ പരീക്ഷണമായി മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു സ്മൃതിയിലൂടെ അങ്ങനെയുള്ള ആത്മാവിനെ പ്രതി ദയാഹൃദയത്തിൻ്റെ ശ്രേഷ്ഠ സ്വഭാവ സംസ്കാരങ്ങൾ ധാരണ ചെയ്യൂ. ആരെങ്കിലും ദേഹധാരി ദൃഷ്ടിയോടെ മുന്നിൽ വന്നാൽ അവരുടെ ദൃഷ്ടി ആത്മീയ ദൃഷ്ടിയായി പരിവർത്തനം ചെയ്യൂ. അങ്ങനെ പരിവർത്തനമാക്കുന്നതിനുള്ള യുക്തി അറിയാമെങ്കിൽ വിഘ്നജീത്ത് ആയി മാറും. പിന്നീട് സമ്പർക്കത്തിൽ വരുന്ന സർവാത്മാക്കളും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. സ്ലോഗൻ: അനുഭവങ്ങളുടെ സ്വരൂപമാവുകയാണെങ്കിൽ മുഖത്തിലൂടെ ഭാഗ്യത്തിൻ്റെ തിളക്കം കാണപ്പെടും. അവ്യക്ത സൂചന: ഐക്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നരാകൂ. പല ദേശങ്ങളും പല ഭാഷകളും പല രൂപങ്ങളും നിറങ്ങളിലും നിന്ന് വന്നവരാണെങ്കിലും എല്ലാവരുടെയും ഹൃദയത്തിൽ ഐക്യം ദൃശ്യമാകണം. കാരണം ഒരു പിതാവിൻ്റെ കുട്ടികളാണ്. എല്ലാവരും ഒരു വൃക്ഷത്തിൻ്റെ ശാഖകളാണ്. ഒരാളിൻ്റെ ശ്രീമത്തിലൂടെ നടക്കുന്നവരാണ്. വൈവിധ്യത്തിൽ ഏകത കാണപ്പെടണം. തകർന്നവരെ നേരെയാക്കണം. അനേകതയിൽ ഏകത കൊണ്ടുവരണം. ഇതാണ് ഏറ്റവും വലിയ സേവനം. ഇതാണ് അത്ഭുതവും സഫലതയുടെ അടിസ്ഥാനവും. ഓം ശാന്തി.